ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്ന് സന്തോഷത്തോടൊന്നല്ല കേട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് സുഖമില്ലായിട്ട് എല്ലാവരും ദുആ ചെയ്യണം. പിന്നെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, മരുന്നൊന്നും ഏൽക്കുന്നില്ല എന്നാ ചേച്ചി ഇന്ന് രാവിലെ മരിച്ചു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് ഇട്ടേന്. ഭയങ്കര സങ്കടമായി പോയി. 45 വയസ്സുള്ളൂ. ഒരുപാട് സങ്കടമായി എന്ന് പറഞ്ഞാൽ ഒരു പനി വന്നാണ് കേട്ടോ. അപ്പോൾ അതാ പറയുന്ന, അസുഖം വന്നാൽ നമ്മൾ വേഗം കാണിക്കുക. എൻ്റെ എല്ലാം സ്വഭാവം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങുക ചെയ്യുക പറഞ്ഞിട്ട്. അതൊന്നും ഇപ്പം എനിക്ക് തോന്നുക നല്ലതല്ലാന്ന്. അതിനൊരു പനി വന്നത്, അപ്പോൾ അത് കാണിക്കാൻ പോകാതെ ഇങ്ങനെ നിന്ന് ന്യൂമോണിയനായി അങ്ങനെ എല്ലാത്തിനും പകർന്ന് അങ്ങനെയാണ് പാവം. അതിപ്പോൾ 45 വയസ്സെന്നെല്ലാം പറയുമ്പോൾ നോക്കി നോക്കും. ഭയങ്കര സങ്കടമായിട്ടോ. രാവിലെ മരിച്ചെന്ന് പറഞ്ഞ് ഫോൺ വന്നപ്പോൾ ഇപ്പോൾ ഭയങ്കര എല്ലാവരും, ഞാനിപ്പോൾ ചേച്ചി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചേച്ചി കരയുമ്പോൾ കരയേണ്ട ചേച്ചി എന്ന് പറയാനേ നമുക്ക് ഇതുള്ളൂ. അല്ല നമ്മളെ പോലെ പ്രവാസിയാക്കൊന്ന് ഓടിപ്പോകാനോ ഒന്ന് കാണാനോ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, അവർക്ക് അസുഖമായി കിടക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കുക അല്ലേ, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം മരണം എന്താ എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഭയങ്കര ഒരു സങ്കടത്തിലായി, ഭയങ്കര വിഷമമായിപ്പോയി. അതിന് ഫോട്ടോ കണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നല്ലൊരു തടിയും മണ്ണെല്ലാം ഉള്ളൊരു പെണ്ണ്. അപ്പോൾ അതൊന്ന് മരിച്ച് കിടക്കുമ്പോൾ ചേച്ചി വീഡിയോ കോൾ ഇട്ടപ്പോൾ ഞാനും കണ്ടു. പക്ഷെ അതെല്ലാം മരിച്ച് കിടക്കാന്ന് തന്നെ അറിയില്ല. അത്ര ഒരു എന്താണ്, ആ മുഖത്ത് പോലും ഒരു വാട്ടോ ഒന്നും വന്നിട്ടില്ല. എല്ലാവരും എനിക്കെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ മരിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് തിന്നാൻ, എൻ്റെ ഒരു അഭിപ്രായമാണ്, തിന്നാൻ കൊടുത്തിട്ട് കാര്യമില്ല. മരിക്കുന്ന മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഓല ആഗ്രഹങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ ഓല നല്ലപോലെ നോക്കാൻ നോക്കുക. ഓല ആഗ്രഹങ്ങൾ തീർത്ത് കൊടുക്കുക. ഓർക്ക് അസുഖം വന്നാൽ ആ അസുഖത്തിന് വേണ്ടി നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നതും ചെയ്തു കൊടുക്കുക. എനിക്കതേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞ് ഒരു 10 ആളെ വിളിച്ച് ഫുഡ് കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ കഴിയുന്നതും നമ്മളെന്താ, ഒരു പാവങ്ങളും ചെയ്യാതിരിക്കുക അല്ലേ. നമ്മളിപ്പോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കണം, നാളെ ഞാൻ സംസാരിക്കാനുണ്ടോന്ന് അറിയില്ല. അത്രയും ഇന്ന് കണ്ടോലെ നാളെ കാണുന്നില്ല. ഇവിടെ തന്നെ ഇപ്പോൾ ദുബായിലാണ്, സൗദി, എല്ലാവർക്കും അറിയാം. ചെറിയ ചെറിയ ആൾക്കാരാണ് അറ്റാക്കായിട്ട് മരിച്ചു പോകുന്നത്. അപ്പൊ നമ്മളെല്ലാം നല്ലത് ചെയ്യാം. എന്ത് ബേക്കോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നും ദുഷ്ടത്തരായി ചെയ്തത് നമുക്ക് തോന്നാൻ പാടില്ല. അപ്പൊ നല്ലത് എല്ലാവരും നല്ലത് ചെയ്യുക. അങ്ങനെ തന്നെ ആരോടെങ്കിലും ഒന്നും രണ്ടും വാക്കെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പൊരുത്തം വാങ്ങുക, ഓരോട് മാപ്പ് ചോദിക്കുക. പിന്നെ നമുക്ക് മാപ്പ് ചോദിക്കാൻ പോലും പഠിച്ചവൻ നമുക്ക് സമയം തരൂല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദേഷ്യവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ എന്താക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പൊരുത്തപ്പെടുക, അവരോട് നല്ലപോലെ നിൽക്കുക. പിന്നെ നമ്മളെ ചെയ്തോലെ നമ്മൾ തിരിച്ച് ചെയ്യാതിരിക്കുക. പഠിച്ചവനെല്ലാരെയും കാക്കട്ടെ. അപ്പൊ ഭയങ്കര ഒരു സങ്കടമായി. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പലതും നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ തോന്നും, ഇങ്ങോട്ട് ചെയ്യാൻ തോന്നും, വാക്കുകൊണ്ട് വേദനിപ്പിക്കാൻ തോന്നും അല്ലേ. പക്ഷെ നമ്മള് എന്താന്ന് ചിന്തിക്കുക. നമുക്കിപ്പോ ഈ വീഡിയോ എടുക്കണം, നമ്മളെ മനസ്സിൽ ഞാൻ വീഡിയോ എടുക്കണം എന്നറിയാം. മരണത്തിനെ നമുക്ക് പിടിച്ചെക്കാൻ പറ്റൂല. മരണം നമ്മളോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ പോകുമ്പോൾ നമ്മളെ പഠിച്ചോൻ കൊണ്ടുപോകുന്നത്. അത് ഏത് സമയം നമുക്ക് പ്രതീക്ഷിക്കണം. പക്ഷെ ഈ ചെറിയ ചെറിയ പ്രായാഘാതം മരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും. നമ്മളെല്ലാം മരണം ഇനി പഠിച്ചോന് ഈമാനോട് കൂടിയുള്ള മരണം തന്നാൽ മതിയായിരുന്നു. ആരെയും കഷ്ടപ്പെടുത്താതെ പിടിക്കാതെ, പിന്നെ ആരെയും തോൽക്കാനുള്ള മനസ്സ് തരാതെക്കട്ടെ. മക്കൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാനുള്ള മനസ്സ് തരട്ടെ. ആരും പറ്റിക്കാനുള്ളൊരു മനസ്സ് തരാതിരിക്കട്ടെ. ആരും വെറുപ്പ് വാങ്ങാതിരിക്കാനുള്ള മനസ്സ് തരട്ടെ അല്ലേ നമുക്ക് എല്ലാവർക്കും. ഭയങ്കര സങ്കടമായി. ഞാൻ വീഡിയോ ഇടണില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ഇന്നലെ കമന്റ് ഇട്ടിന്, ഞങ്ങൾ പ്രാർത്ഥിക്കുക സുഖപ്പെടുത്തുന്നല്ല. അപ്പോൾ രാവിലെ നമ്മൾ കേൾക്കുന്നതേ മരണമാണ്. ചേച്ചി കുറേ കരഞ്ഞിട്ട് എന്താ കാര്യം? അതിന് പോകാൻ വരെ പറ്റൂല. അത് ഖത്തറിൽ ആദ്യമായിട്ട് വന്ന് 8 മാസമേ ആയിട്ടുള്ളൂ.
8 മാസമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫുൾ ടൈം പണിയാ. അപ്പം അത് അതിൻ്റെ ആൾക്കാർ നാട്ടിൽ പോകേണ്ട പാവം അത് ഇവിടെ വന്ന് 10 ദിവസം നിൽക്കുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതേ ഉള്ളൂ. ഇവിടെ വന്നോ, സന്തോഷിച്ചോ, പോയിക്കോ, ഇവിടെ വന്ന് നിന്നോ ചേച്ചിന്നേ പറയാൻ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ ചെയ്യുക. നമ്മൾക്കും സങ്കടമായിപ്പോയി നമ്മൾ കണ്ടിട്ട്. വീഡിയോ കോൾ ചെയ്ത് കണ്ടപ്പോൾ 2 മക്കളും. വേറെന്താണ് വിശേഷം? അപ്പം ഇന്ന് വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും നല്ലത് ചെയ്യുക. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സെന്താ വേണ്ടതെന്നറിയോ? ഒരാളെ നോക്കാൻ, ഒരാൾ കൊടുക്കാനുള്ള മനസ്സാണ് പടച്ച റബ്ബ് നമുക്ക് ആദ്യം തരേണ്ടത്. വേറെ ഒന്നും തന്നിട്ട് കാര്യമില്ല. വേറെ എന്ത് തന്നിട്ട് നമുക്ക് കാര്യമില്ല. ഒരാളെ നോക്കാനുള്ള മനസ്സും തരണം, ഒരാൾക്ക് കൊടുക്കാനുള്ള മനസ്സും പടച്ച റബ്ബ് നമുക്ക് ആദ്യം തരണം. നമ്മളൊന്നും ആരൊന്നും കൊണ്ടുപോകുന്നില്ല അല്ലേ, ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെന്താ, നമുക്ക് ഒരാളെ കാലടി പോയി ജീവിക്കാനും അല്ലാതെ കുറേ ഉണ്ടാക്കിയിട്ടിട്ടൊന്നും കാര്യമില്ല. ഒരാളോട് നമുക്ക് അതില്ല, ഒരു 10 രൂപ കാട്ടെന്നുള്ള ഇത് പറയാതെ ജീവിക്കാനും പിന്നെ ആർക്കെങ്കിലും സുഖമില്ലാതെല്ലാം ഇങ്ങനെ കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴോ എല്ലാം എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനെല്ലാം പഠിച്ചവൻ നമുക്ക് മനസ്സ് തരട്ടെ. ഭയങ്കര സങ്കടമായി പോയി. എന്താ ചെയ്യുക, പഠിച്ചവൻ വിളിക്കുമ്പോൾ പോയാ മതിയാവും അല്ലേ. ഒന്ന് ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ. മക്കൾക്കോ അതിന്റെ ഭർത്താവിനെല്ലാം താങ്ങാനുള്ള കരുത്ത് കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെന്താണ് വിശേഷം? സുഖല്ലേ? സുഖമായിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം ഇന്നത്തെ വിഷയം. അപ്പൊ എല്ലാവരും നല്ലത് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ആരും വെറുപ്പിക്കാതെ നിൽക്കുക, ആരും വെറുപ്പ് നമ്മൾ വാങ്ങാതിരിക്കുക, ഒരു പാവങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളെ എന്താ പറയുക, നമ്മളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എല്ലാവരും നല്ലപോലെ നോക്കുക, ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അല്ല മരിച്ചു കഴിഞ്ഞിട്ട് കുറേ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം എല്ലാവർക്കും നല്ല മരണം എല്ലാം പടച്ച റബ്ബ് തരട്ടെ. ആരെയും കഷ്ടപ്പെടുത്താതെ ആർക്കും പ്രാകാതെല്ലാം നമ്മളെ പടച്ച റബ്ബ് നല്ല ഈമാനോട് കൂടിയുള്ള മരങ്ങളിൽ നമുക്ക് തരട്ടെ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ ഇന്നലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കമൻറ്റ്. അപ്പോൾ ചെറിയൊരു വീഡിയോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യ്.